എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗീത പച്ചമാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിലാസിനിയുടെ കോള് വരുന്നത്. പെട്ടെന്ന് ഗോവിന്ദ് പോയി ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു, അതെ നിന്റെ അമ്മായി വിളിച്ചോണ്ടിരിക്കണം എന്ന് പറയാം. അതെ കണ്ണേട്ടൻ കോൾ എടുക്കുക, ഞാൻ മാങ്ങ കഴിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ല എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഫോൺ എടുക്കുവാണ്. പിന്നീട് ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും വിലാസിനെ ചോദിച്ചു, ആഹാ മോനായിരുന്നെന്ന് ചോദിക്കണം. അതേമ്മേ എന്താമ്മേ വിശേഷിച്ച്? അത് പിന്നെ വെറുതെ വിളിച്ചാ, ഞാൻ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചാ. അത് മാത്രല്ല ഫംഗ്ഷൻ നടക്കണ സമയത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്ന് പറയണം. വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, വരണം എന്നൊക്കെ പറഞ്ഞ് റെഡിയാവുകയും ചെയ്താ. പക്ഷെ ആ സമയത്താണ് പോലീസുകാർ വന്നതെന്ന് പറയാം. പിന്നീട് അവര് പോയത് കുറെ സമയം താമസിച്ചാ, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാം. അത് കേട്ടപ്പോ ഗീത പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലമ്മേ, വരായിരുന്നതിന് കുഴപ്പമില്ല. പിന്നെ വന്നവരൊക്കെ ചോദിച്ചു എന്തിയെ വിനോദ് അമ്മയ്ക്ക് എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. ഈ സമയം ഗോവിന്ദ് ചോദിച്ചു, അല്ലമ്മേ എന്തിനാ പോലീസ് വന്നേന്ന് ചോദിക്കോ. അതോ അവരെന്തോ അന്വേഷിക്കാനായിട്ടൊക്കെ വന്ന ഭദ്രന്റെ കത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. അവരാ കത്ത് മേടിച്ച് തിരിച്ചു മറിച്ചൊക്കെ നോക്കി, വായിച്ചൊക്കെ നോക്കി. പിന്നീട് അതെന്തോ കയ്യേഷ പരിശോധനയ്ക്കോ അങ്ങനെ എന്തിനോ മറ്റോ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയെന്നും പറയാം. ഗീത പറഞ്ഞു, പറയാൻ മേലായിരുന്നു ആ അച്ഛന്റെ കത്താന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഗീത പറഞ്ഞു, എന്ത് ചെയ്യാനാ, അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, എവിടെയാലും എല്ലായിടെയും കളഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ വരണം തന്നെയല്ലേ എല്ലാവരുടെയും പ്രാർത്ഥന. അത് ശരിയാ, പോലീസുകാർക്ക് വിശ്വാസം വരാത്ത വേറൊന്നും കൊണ്ടല്ല, നിന്റെ അച്ഛന്റെ സ്വഭാവം അവർക്കും അറിയാവുന്നല്ലേ, അതുകൊണ്ട് അല്ല ചില തരികടയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അത്രയ്ക്കും കൂടെ വിശ്വാസം വരാതിരിക്കുന്നേ. പക്ഷേങ്കില് എവിടെയായാലും പോയിട്ടുണ്ടായിരിക്കും ഭദ്രേട്ടൻ. അല്ലെങ്കിൽ പിന്നെ ഭദ്രേട്ടൻ ഇപ്പൊ പെട്ടെന്ന് തിരിച്ചു വരണ്ട, എവിടെയെങ്കിലും പോയി നിന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. വിലാസിനെയും പറഞ്ഞിട്ട് അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ വിലാസിനെ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോവിന്ദന് വല്ലാത്തൊരു ടെൻഷനായി. ഇപ്പോഴും ഇവര് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രൻ ജീവിച്ചിരിപ്പുണ്ടെന്നാ, പക്ഷെ ഇല്ലെന്നുള്ള കാര്യം തനിക്കല്ലേ അറിയത്തുള്ളൂ എന്നൊരു ചിന്ത ഗോവിന്ദന്റെ മനസ്സിനെ അലട്ടുവാണ്. പിന്നീട് വിലാസിന് എന്നാ ശരി മോളെ ഞാൻ വെക്കട്ടെ, വെച്ചോമേ ഇന്ന് ചെക്കപ്പിന് പോകണം, ഞാൻ ചെക്കപ്പിന് പോകേണ്ട ദിവസമാണെന്നൊക്കെ പറയാണ്. ശരി എന്ന് പറഞ്ഞ് വിലാസിനെ കോള് കട്ട് ചെയ്യുക. ആ സമയം ഗീത പറഞ്ഞു, അന്ന് ഞാൻ പോയി റെഡിയായിട്ട് വരാമെന്ന് പറയണം. ഗോവിന്ദ് ശരിയെന്ന് പറയാം. അങ്ങനെ ഗീത റെഡിയാൻ പോകുമ്പോഴത്തേനും പെട്ടെന്ന് ഗോവിന്ദ് ഓർത്തു, ഡിവൈഎസ്പിനെ ഒന്ന് വിളിച്ചാലോ, എന്താ വിവരം എന്നറിയാം, ഒരു പക്ഷേ ആ കേസിന്റെ കാര്യം എവിടം വരെ എത്തിയെന്നറിയാം. അങ്ങനെ ഡിവൈഎസ്പിനെ വിളിക്കണം. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ കിട്ടിയില്ല. ഇതെന്താ ഇത്ര സമയം വിളിച്ചിട്ട് കിട്ടാതിരിക്കണേ, ആകെ പടയെ ടെൻഷനായിപ്പോയി. എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പം ഇതിനകത്ത് വേണ്ടത് കുത്തിപ്പൊക്കണമെങ്കിൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും കഥകളുണ്ടോ, അവർക്ക് എന്തെങ്കിലും സംശയം ഉള്ളതുകൊണ്ടാണോ എന്നൊന്നും അറിയത്തും കൂടി ഇല്ലായിരുന്നു ഗോവിന്ദന്. ആ സമയം രാധികാമ്മയും വരണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാധികാമ്മ പറഞ്ഞു, എന്നാലും ആ പൊടി എന്റെ പൊന്നെ, അത് കഴിച്ചുകൊണ്ട് ഞാൻ ആകെപ്പാടെ തകർന്നു പോയടാ, എനിക്കിനി എഴുന്നേറ്റിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്കും കാഞ്ചന ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് വരുവാണ്. ഇതെന്താ കാഞ്ചന കഞ്ഞിവെള്ളം, നീനകത്ത് വേറൊന്നും കലക്കിയിട്ടില്ലോ അല്ലേന്ന് ചോദിക്കാം. എന്താ മാമി ഇങ്ങനെയൊക്കെ പറയണേ, ഞാൻ വേറെ കലക്കാനോ, ഞാൻ ഇതിനകത്തൊന്നും കലക്കിയിട്ടൊന്നുമില്ല, മാമിക്ക് വിശ്വാസം ഇല്ലേന്ന് ചോദിക്കാം. വിശ്വാസം ഞാൻ പറയുന്നില്ലൊന്നും, കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വരുൺ പറഞ്ഞു, ഇവളും ആ രേഖയും ഗീതും എല്ലാരും കൂടെ ചേർന്നിട്ട് അമ്മയ്ക്കിട്ട് പണി തന്നേന്ന് പറയാം. നീ ആ രേഖയുടെ ഒപ്പം ചേർന്നിട്ടല്ലേടി ഡിഷ് വാഷ് പൗഡറൊക്കെ ഇതിനകത്ത് ഇട്ടെന്ന് ചോദിക്കണം. അത് പിന്നെ മാമി രേഖപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട, ഇതിനകത്തൊന്നും കലക്കിയിട്ടില്ലല്ലോ, ഇത് ഞാനൊന്നും കലക്കിയിട്ടില്ല എന്ന് കാഞ്ചന പറയണം. ഇനിയിപ്പോ അതിനകത്ത് ഉപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്, ഉപ്പിനകത്ത് വല്ലതും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ തന്നെ കുടിക്കാൻ്റെ മടി രാധിക. പിന്നീട് രണ്ടും കൽപ്പിച്ച് രാധിക കുടിക്കുകയാണ്. കാരണം ഫുഡൊന്നും കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെപ്പാടെ കഞ്ഞിവെള്ളമൊക്കെ മാത്രമേ കുടിക്കാൻ പറ്റുന്നുണ്ടോ, അത്രയ്ക്ക് അവശതയായി പോയിട്ടുണ്ടായിരുന്നു രാധികാമ്മ ഒറ്റ ദിവസം കൊണ്ട്. പിന്നീട് വരണം പറഞ്ഞു, ദേമേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇത്തിരി സാധനം കൂടുതൽ എടുക്കുന്നില്ല എന്നൊരു സംശയം. ആര്? ആ കാഞ്ചന. ഇപ്പൊ എപ്പൊ നോക്കിയാലും രേഖയുടെ പുറകെ കാണും, രേഖയുടെ പുറകെ കൂടിയിട്ട് അവളും തിരിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. നീ അതൊക്കെ എന്തിനാണ് ഓർത്ത് ടെൻഷൻ അടിക്കണേ, അതൊക്കെ സില്ലി കാര്യങ്ങളല്ലെന്ന് രാധികാമ്മ അറിയണം. അപ്പോഴാണ് പ്രിയയും ഗോവിന്ദും ഗീതവും മാധവൊക്കെ അങ്ങോട്ട് വന്നത്. മാധവിനെ ഗോവിന്ദ എടുത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അവർ വരുന്ന കണ്ടപ്പോ തന്നെ പറഞ്ഞു, ആഹാ ഇതെന്താ ഇങ്ങനെ, അപ്പൊ ഗീതു ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് നിൽക്കും. ഗോവിന്ദ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചേ, അല്ല പിന്നെ രാവിലെ 8 ദിക്കും മുഴങ്ങുമാറില്ല എവിടെ കിടന്ന് ഛർദ്ദിച്ചേ, ആ വാള് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഓഫീസിലേക്ക് പോകാനായിട്ടാ, അവിടെ ചെന്ന് വാള് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ ഉള്ള എല്ലാരും ചിരിക്കത്തില്ലേ, അവരെല്ലാം കളിയാക്കില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട് ഞമ്മ ഗോവിന്ദനും കൂടെ ഇഷ്ടപ്പെട്ടില്ല. ഗോവിന്ദ പറഞ്ഞു, അതെ പ്രഗ്നന്റ് ആയ സ്ത്രീകളൊക്കെ ഛർദിക്കും, വാള് വെക്കുമല്ലേന്ന്. വാള് വെക്കാന്ന് പറഞ്ഞാൽ നീയൊക്കെ മദ്യപിച്ച് ലെക്ക് കേട്ട് വാള് വെക്കില്ലേ, അതിനാണ് വാള് വെക്കാന്ന് പറഞ്ഞത്. ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിലടാ ഇത് ഛർദിയാന്ന് പറയണം. പ്രഗ്നന്റ് ആയ ഏതൊരു സ്ത്രീക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ഓഫീസിൽ പോയി ഛർദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കാ അപമാനം, നാണക്കേടല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് ചോദിച്ചു, നാണക്കേട്? ആർക്ക് നാണക്കേട്? എനിക്ക് പ്രത്യേകിച്ച് നാണക്കേടൊന്നും തോന്നില്ല, നാണക്കേടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു നല്ല കാര്യമാണ്. നല്ല കാര്യം നടന്നു കഴിയുമ്പോഴത്തേനും നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ടേ. ഈ ഛർദി കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് വേറൊന്നും തോന്നത്തില്ല. കാരണം എന്താ, അവളൊരു അമ്മയാകാൻ പോകുന്നതിന്റെ സൂചനയാണ്. ലോകത്തിലേക്ക് പുതിയൊരു അതിഥിയും കൂടെ വരുന്നതിന്റെ. അപ്പൊ അതിന്റെ പേരില് ആർക്കടാ അപമാനം? കുടുംബത്തിൽ പറഞ്ഞ ആർക്കും അത് അപമാനമല്ല, അല്ല അഭിമാനമാന്ന് പറയണം. ഇത് കേട്ടത് വരുണിന് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ഗീത് പറഞ്ഞു, ഓ അതിപ്പോ വരുണേട്ടനെ സംബന്ധിച്ച അപമാനമായിരിക്കും. കാരണം വരുണേട്ടൻ കുടുംബത്ത് പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ല വരുണേട്ടന്റെ കുടുംബം ഏതാ? ഞങ്ങളുടെ കുടുംബം അറക്കൽ കുടുംബം. വരുണേട്ടന്റെ ഏതാന്ന് ചോദിക്കുക. രാധികാമ്മ പറഞ്ഞു ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് രേഖ പറഞ്ഞു, വരുണേട്ടന് പ്രത്യേകിച്ച് കുടുംബമൊന്നും ഇല്ല ഗീതു, ഒരു പോസ്റ്റ് ഓഫീസ് പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ലാന്ന് പറയണം. വരുണിന് ഇതിനേക്കാളും വലിയ തിരിച്ചിട്ട് കിട്ടാനില്ല. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, എന്താ കണ്ണായത്? ഒരു ഇന്ന് ഛർദ്ദിച്ചതിന്റെ പേരില് ആണോ ഇത്രയും വലിയ ഡയലോഗുകളൊക്കെ ഇവിടെ വിടുന്നത്? നീ ഇതെല്ലാം കണ്ടും കിട്ടും മിണ്ടാതിരിക്കുവാണെന്ന് ചോദിക്കാം. അത് രാധികാമ്മേ, അവൾ പറഞ്ഞെന്താ? അവള് ചോദിച്ചുള്ള മറുപടിയാ പറഞ്ഞത്. വരുണിന് അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? വരുണിന്റെ ചോദിക്കേണ്ട കാര്യമില്ല. ഏട്ടത്തമ്മയാണ് ആ സ്ഥാനത്ത് കാണാനായിട്ട് പഠിക്കണം. അല്ലാതെ വരുൺ ഓരോ കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കിള്ളി കടിമരിച്ചുന്ന അവസ്ഥയാ. അതിനിപ്പോ ഒന്നും പറഞ്ഞിട്ട് ആരാ മറ്റൊരു കാര്യമില്ലെന്ന് പറയണം. ഇതിൽ പലരും സങ്കടവും ദേഷ്യമൊക്കെ വരുണിനും വരാനില്ല. ഇവളുടെ മുന്നിൽ ചെറുതായതുപോലെ വരുണിന് തോന്നുവാണ്. ഒന്നും വേണ്ടായിരുന്നു. ഈ സമയം രേഖ വല്ലാതെ ആയിപ്പോയി. രേഖയ്ക്കാണ് ഭയങ്കരമായിട്ട് തലയിറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മുമ്പ് രേഖ പറയുകയും ചെയ്തു, തലയിറങ്ങുന്നൊക്കെ ഉണ്ടെന്ന് പറയുകയും ചെയ്തായിരുന്നു. ആ സമയത്ത് രാധികാമ്മ വരുണിനോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ, പക്ഷെ വരുൺ തയ്യാറായില്ല. വരുൺ പറഞ്ഞു, എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് കുഞ്ഞിനെ വേണ്ടെന്നൊക്കെ പറഞ്ഞേ. പക്ഷെ രേഖ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ രേഖയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഗോവിന്ദും ഗീതവും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും രാധിക പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്താണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകല്ലേ, എന്നാൽ ഇവളെയും കൂടെ കൊണ്ടൊക്കെയോളം പറയാം, ഇവൾക്ക് ക്ഷീണമെന്ന് പറയണം. അത് കേട്ടപ്പം രേഖ പറഞ്ഞു, എനിക്ക് ക്ഷീണമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയണം. കാഞ്ചന പറഞ്ഞു, പിന്നെ ഈ രേഖപ്പാപ്പ ഉണ്ടല്ലോ കുറെ സമയമായിട്ട് വേദനയാണ് വിഷമമാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുമായിരുന്നു, തലകറക്കമാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതിന്റെ കുഴപ്പമാണ്, എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുമെന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, അയ്യോ അങ്ങനെയാണോ, അന്നേ പെട്ടെന്ന് റെഡിയാകുന്നോ ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. വേണ്ട ഗോവിന്ദേട്ടാ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. പക്ഷെ ഗീത സമ്മതിച്ചില്ല. അവിടെ നിർബന്ധിച്ച് രേഖേനെ അങ്ങോട്ട് റെഡിയാക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ രേഖ പോയി റെഡിയായിട്ട് വന്ന് പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അവർണിക ഓഫീസിലേക്ക് പോയിട്ട് റെഡിയാവുകയാണ്. പുറത്ത് രഘുറാമും അജാസും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അജാസിനോട് രഘുറാം പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് ഇനിയിപ്പം അവർണികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എന്നും എനിക്ക് ഇവളുടെ അടുത്ത് വന്ന് ഇങ്ങനെ കൂട്ടുകിടക്കാണ്ട് പറ്റില്ലോ, അവളെ വേറൊരു കല്യാണത്തിന് നിർബന്ധിക്കണമെന്ന് പറയാം. അത് കേട്ടത് അജാസ് പറഞ്ഞു, അത് നല്ല കാര്യമായിരിക്കും സാർ, വേറൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പോഴത്തെ ഇവളുടെ സ്വഭാവത്തിന് കുറച്ച് മാറ്റം വരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം രഘുറാം പറഞ്ഞു, അത് ശരിയാ, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ഭയമുണ്ട്. പാവന്റെ മോള് അനുഭവിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം അവൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയണേ. ഇപ്പോഴാണ് അവിടെ ഒരു സന്തോഷമായിട്ട് കാണുന്നതെന്ന് പറയാം. അപ്പോഴേക്കും അവനെ ഇങ്ങോട്ട് റെഡി ആയിട്ട് വന്നു. ആഹാ, ഡാഡി അജാസൊക്കെ കൂടെ വർത്താനമായിരുന്നു നിൽക്കും. അതെ, എന്താ മോളെ പതിവിലും പീരീതുമായിട്ടൊരു സന്തോഷം? ഒന്നുമില്ല ഡാഡി, വെറുതെ എന്ന് പറയാണ്. പിന്നീട് അജാസിനോട് പറഞ്ഞു, എന്നാ അജാസ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞു ചോദിക്കണം. ഇറങ്ങാന്ന് പറയണം. അതെ മോളെ, ഇനി മോൾക്ക് ഇപ്പൊ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ വരാൻ പോകുന്നത്. വലിയ ടൗൺഷിപ്പ് പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം. എന്താ ഡാഡി? അതൊക്കെ ഞാൻ പറയാം. അതെ, ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് ഒരു ജോലി എന്തേലും വേണം, ഞാൻ ഇവിടെ ഇരുന്ന് മടുത്തെന്ന് പറയണം. അതിനെന്താ, ഡാഡിക്ക് ഞാൻ ജോലി തരല്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും റിഹ്റാം പറഞ്ഞു, അത് വേണ്ട, എനിക്കൊരു സെക്യൂരിറ്റി പണിയാണെങ്കിലും മതി എന്ന് പറയണം. അല്ല, നീ പുതിയതായിട്ട് പണിയുന്ന ആ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ആ കമ്പനിക്ക് അവിടെയും കൊണ്ട് സെക്യൂരിറ്റി പണി കിട്ടിയാലും മതി എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയെ പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല ഡാഡി, ഡാഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ട്, അത് അതുപോലെ തന്നെ നടക്കുള്ളൂ എന്ന് പറയണം. എന്നാൽ നമുക്ക് പോയാലോ അജാസിക്കാന്ന് പറയണം. ശരി പോകാന്ന് പറയണം. അങ്ങനെ അവര് കാറിൽ കയറി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചു രഘുറാം. അപ്പൊ ഈ കാറാണല്ലോ ഇന്നലെ വന്നേ, അപ്പൊ ഇവനായിരുന്നു ഇവിടെ വന്നേ എന്നൊരു ചിന്ത രഘുറാമിന്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവൻ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ ഇനി ഇവര് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കോ, അതാണോ പാദയാത്ര സമയത്ത് ഇവൻ ഇങ്ങോട്ട് വന്നത്. കാറ് പുറത്ത് കിടപ്പുണ്ടായിരുന്നു, ഇവനാണ് ആ കാറ് സ്റ്റാർട്ട് ചെയ്ത് പോയത്. അപ്പൊ എന്തോ ഇതിന്റെ പിന്നിൽ രഹസ്യം ഉണ്ടെന്നുള്ള കാര്യം രഘുറാമിന് പെട്ടെന്ന് മനസ്സിലാവണം. ആ സമയത്ത് ഗീതുവും രേഖയും ഗോവിന്ദും കൂടെ പോണ സമയത്ത് ഗീതു പറഞ്ഞു, എന്ത് ചെയ്യാനാ, ചെമ്പശ്ശേരിയും കൂടെ പോവായിരുന്നു, അമ്മയുടെ കൈയും കൊണ്ട് ഒരു ചായ കുടിക്കാനായിട്ട് കൊതിയാവുന്നുണ്ടെന്ന് പറയണം.
ഇത് കേട്ടപ്പോൾ ഗോവെന്ന് പറഞ്ഞാൽ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല, സമയം പോകുന്നു പറയണം. എന്താ കുന്നേട്ടാ, അത് മാത്രമല്ല നമുക്ക് രഞ്ജുനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണ്ടേന്നിരിക്കോ. അതൊരു പ്രശ്നമാണല്ലോ. രഞ്ജുനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയി ചെക്കപ്പ് നടത്തണം. ധ്യാനം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ കൂട്ടിക്കൊണ്ട് പോകേണ്ട കടമയുണ്ടല്ലോ. അന്ന് നമുക്ക് ചെമ്പകശ്ശേരിയിലും കൂടെ പോയിട്ട് പോകാന്ന് പറയണം. ഈ സമയത്താണ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ രേഖ ഇങ്ങനെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. എന്താ രേഖിച്ച കാര്യം? ഒന്നുമില്ല എന്ന് പറയണം. പെട്ടെന്നാണ് ഗീതു ആ കാര്യം ഓർത്തെ. കാരണം രേഖയ്ക്ക് പുറയിൽ നിന്ന് ഛർദ്ദിക്കാൻ പറ്റുന്ന രേഖ ഇൻസം പറഞ്ഞ. പെട്ടെന്ന് തന്നെ ഗീതു വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് രേഖയെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ഗീതു പുറയിലിരിക്കുവാണ്. പിന്നീട് അവരും കൂടെ പോയി. അതിനുശേഷം കാണിക്കുന്ന രഞ്ജുവിനെ കൂട്ടിക്കൂട്ട് അവർ ചെക്കപ്പിന് പോവാണ്. രഞ്ജു ഭയങ്കര ഹാപ്പി മൂഡിലാണ്. ധ്യാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു പറഞ്ഞു, അതെ ഇപ്പോഴത്തെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ടെന്ന് പറയണം. ധ്യാൻ ചോദിച്ചു, അതെന്താ? AGM-ലെ ഗർഭിണികളെ കൊണ്ട് ദേ ഗോവിന്ദൻ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം ഹോസ്പിറ്റലിലേക്ക്. ഇത് കേട്ടൻ ധ്യാനോട് ഒന്ന് ചിരിക്കുകയാണ്. അതെ, അറക്കൽ കുടുംബത്തിലെ 3 ഗർഭിണികളാ. ധ്യാൻ ഇതുപോലെ അറിയണമെന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗീത പറഞ്ഞു, രഞ്ജു നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? പിന്നെ വിളിച്ചു പറയാതെ. ഇത് എനിക്ക് എത്ര സന്തോഷമുള്ള കാര്യമാണെന്നറിയാവോ. എത്രയും പെട്ടെന്ന് ധ്യാനം നീ ഇങ്ങോട്ട് വരണം കേട്ടോ. അധികം ദിവസമൊന്നും അവിടെ ഇനി നിൽക്കരുതെന്ന് പറയണം. 3 മാസം പോയിട്ട് 3 ദിവസം പോലെ നീ അവിടെ നിൽക്കേണ്ടെന്ന് പറയണം. ശരി ശരി ഞാൻ വന്നോളാന്നൊക്കെ പറയണം. പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പേടിയോ? ആർക്ക് പേടി? എനിക്കൊരു പേടിയില്ല ധ്യാനേ. എൻ്റെ വയറ്റിലൊരു കുഞ്ഞോളുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിനും ഗോവിന്ദനും വല്ലാത്തൊരു അസ്വസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളായിരുന്നു കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.